ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ എന്നുള്ളത് നോക്കാം നമുക്ക്. എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്, സോറി, പി ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നാണ്, എക്സ് കോമ വൈ ഇതല്ല, എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ പവർ 0. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും അതിന്റെ എക്സ്പ്രഷൻ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പഠിച്ച ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ക്യൂ ഓഫ് എക്സ് മാത്രമേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ അതിന് പകരം ക്യൂ ഓഫ് എക്സിന്റെ കൂടെ ഒരു y0 അല്ല y പവർ 0 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. y പവർ 0 എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ, അപ്പം ഇനി റൈസ് ടു 0 എന്നുള്ളത് 1 ആണ്. സോ ഞാനിവിടെ y പവർ 0 എന്ന് കൂടി എഴുതുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ അതിന് വേണ്ടിയിട്ട് y പവർ 0 എന്ന് ഞാൻ അവിടെ എഴുതി. അപ്പൊ അടുത്ത ലൈനിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ബിക്കംസ് ബെർണോളിസ് ഇക്വേഷൻ ഇഫ് y ഹാവ് എ പവർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ y എന്ന ആ ക്യൂവിന്റെ കൂടെ വന്ന yക്ക് 0യേക്കാൾ ഉയർന്ന ഒരു പവർ ഉണ്ടെങ്കിൽ, അതായത് 1, 2, 3 എക്സെട്ര അപ് ടു എനി നമ്പർ, അപ്പോൾ അങ്ങനെ ഒരു പവർ yക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ ബെർണോളിസ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ബെർണോളിസ് ഇക്വേഷന്റെ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമാണ് ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വെൻ വൈയുടെ പവർ ബിക്കംസ് ഈക്വൽ ടു 0, അതാണ് ബെർണോളിസ് ഇക്വേഷനിൽ വൈയുടെ പവർ വെൻ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 0, അതിനെയാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ ബെർണോളിസ് ഇക്വേഷൻ എന്നുള്ളത് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ പവർ എൻ. എന്നിനെ വിളിക്കുന്നത് ഓർഡർ ഓഫ് ദിസ് ഇക്വേഷൻ എന്നാണ്. അതായത് ബെർണോളിസ് ഇക്വേഷന്റെ ഓർഡർ എന്നാണ് ഈ വൈയുടെ പവർ ആയിട്ട് വരുന്ന എന്നിനെ വിളിക്കുന്നത്. സോ ഈ ഒരു ഇതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ ഒരു ജനറൽ ഫോം. അപ്പൊ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം? ക്യൂവിന്റെ കൂടെ ഒരു വൈയുടെ പവർ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ബെർണോളിസ് ഇക്വേഷനും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ എന്നുള്ളത് ഒരു ജനറൽ ഫോമാണ്, കുറച്ചുകൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇതിന്റെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് y റൈസ് ടു n. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വന്ന ഈ y പവർ n വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 1 ബൈ y പവർ n ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ബൈ y പവർ n ഇൻറ്റു y ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. അപ്പം ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്ന ആ ഒരു y പവർ n അങ്ങ് പോയി. ഇനി ഇതിന്റെ റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ 1 ബൈ y പവർ n അതേപോലെ എഴുതുന്നു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു ഈ y പവർ n താഴെ കിടക്കുവാണല്ലോ, അത് മുകളിലോട്ട് പോകുമ്പോൾ y റൈസ് ടു മൈനസ് n എന്നാവും. സോ ഇവിടെ y ഉണ്ട്, therefore y ഹോൾ പവർ 1 മൈനസ് n എന്നായിരിക്കും വരിക, ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യൂ ഓഫ് എക്സിന്റെ കൂടെ വന്ന y പവർ n ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ടേംസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഡിവൈഡ് ചെയ്തു. ഇത്രയാണ് ചെയ്തത്. ഇനി ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ലെറ്റ് z ഈക്വൽ ടു y പവർ 1 മൈനസ് n. അതായത് ഇവിടെ വന്ന y പവർ 1 മൈനസ് എന്നിനെ z എന്ന് വിളിക്കുകയാണ്, പുതിയൊരു വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഡി സെഡ് ബൈ ഡി എക്സ്, അപ്പൊ നോക്കി ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ z ഈക്വൽ ടു y പവർ 1 മൈനസ് n ആണെങ്കിൽ ഡി സെഡ് ബൈ ഡി എക്സിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് n ഇൻറ്റു y പവർ മൈനസ് n. അതായത് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് കാണുന്ന രീതിയാണ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 എന്നുള്ള രീതി. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പവർ 1 മൈനസ് n ആയിരുന്നു, therefore 1 മൈനസ് n ഇൻറ്റു y റൈസ് ടു 1 മൈനസ് n മൈനസ് 1 എന്ന് വരും. അപ്പം 1 മൈനസ് 1 ക്യാൻസൽ ആയി പോകും. റിമൈനിങ് മൈനസ് n മാത്രമേ ഉള്ളൂ. ആ മൈനസ് n എഴുതുന്നു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ചെയ്യാൻ പോകുന്നത് നോക്കുക. ഇവിടെ ഈ y റൈസ് ടു മൈനസ് n എന്നുള്ളത് എന്താ? 1 ബൈ y പവർ n ആണ്. അപ്പൊ നോക്കുക, ഇവിടെ 1 ബൈ y പവർ n ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം
ഇതിനെ റീഅറേഞ്ച് ചെയ്യുവാണ്. അതായത് ഈ 1 മൈനസ് എന്നിനെ ഞാൻ ഈ dz/dxന്റെ അങ്ങോട്ട് കൊണ്ടുപോകുവാണ്. എന്നിട്ട് ഈ y⁻n 1/y⁻n എന്ന് എഴുതുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദേ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ എക്സ്പ്രഷൻ കിട്ടും. 1/1 മൈനസ് n ഇൻറ്റു dz/dx ഈക്വൽ ടു 1/y⁻n ഇൻറ്റു dy/dx എന്ന് വന്നു. അതിനെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കുവാണ്. അപ്പൊ നോക്കുക, ഈ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും കമ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ഈ 1/y⁻n ഇൻറ്റു dy/dxന് പകരം നോക്കുക, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ 1/y⁻n dy/dx വന്നിട്ടുണ്ട്. അതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/1 മൈനസ് n ഇൻറ്റു dz/dx എന്നിട്ട് കൊടുത്തൂടെ? അതേപോലെ ഈ y⁻1 മൈനസ് n-ന് z എന്നും കൊടുക്കാം. അപ്പോൾ അതാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore 1/1 മൈനസ് n ഇൻറ്റു dz/dx പ്ലസ് p ഓഫ് x ഇൻറ്റു z ഈക്വൽ ടു q ഓഫ് x. അപ്പം ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇനി ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് കൂടി. അതായത് ഈ 1 മൈനസ് n-നെ ഈ ഒരു ഡിനോമിനേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 മൈനസ് n-നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. therefore 1 മൈനസ് n എന്നുള്ളത് ഇവിടെ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് പോവും. അപ്പോൾ dz/dx പ്ലസ് 1 മൈനസ് n ഇൻറ്റു p ഓഫ് x ഇൻറ്റു z ഈക്വൽ ടു 1 മൈനസ് n ഇൻറ്റു q ഓഫ് x. ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും ഇത് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ സോറി ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ഫോമിനെ, ഓക്കെ, നേരത്തെ ഏതായിരുന്നു? ഓക്കെ, ബെർണോളീസ് അതുണ്ട്. ഈ dy/dx പ്ലസ് p ഓഫ് x ഇൻറ്റു y ഇസ് ഈക്വൽ ടു q ഓഫ് x ഇൻറ്റു y⁻n എന്നായിരുന്നു അതിൻ്റെ യഥാർത്ഥ രൂപം. അതിനിപ്പം ഒരു z എന്ന പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് dz/dx പ്ലസ് 1 മൈനസ് n ഇൻറ്റു p ഓഫ് x ഇൻറ്റു z ഈക്വൽ ടു 1 മൈനസ് n ഇൻറ്റു q ഓഫ് x എന്ന പുതിയൊരു ഫോമിലോട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊണ്ടുവന്നു. ഇതിന്റെ സൊല്യൂഷന്റെ ഫോം നോക്കുക. z ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx പ്ലസ് c. ഇത് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന്റെ സെയിം രീതി തന്നെയാണ്. സെയിം സൊല്യൂഷന്റെ പാറ്റേൺ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. ബട്ട് അവിടെ നമ്മൾ y ഉപയോഗിച്ചതിന് പകരം ഇവിടെ z ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സൊല്യൂഷൻ ഈ രീതിയിലാണ് വരുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു രൂപത്തിലുമായിരിക്കും വരിക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് സോൾവ് dy/dx പ്ലസ് y/x ഈക്വൽ ടു 1/x² ഇൻറ്റു y². അപ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ് കിടക്കുന്നത്. മാത്രമല്ല വൈയുടെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന ടേമിന്റെ വൈയുടെ പവർ 0 അല്ല, ഇറ്റ് ഈസ് 2. സോ ഇതൊരു ബെർണോളിസ് ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ വൈയുടെ പവർ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അടുത്തത് നോക്കേണ്ടത് എന്താണ്? ഇത് വൈയുടെ പവർ എന്താണെന്നുള്ളത് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 then അത് ഒരു ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ പിയുടെ വാല്യൂ 1/x ആണ്, അതേപോലെ ക്യൂവിന്റെ വാല്യൂ 1/x² ആണ്. എന്താണ് പി? വൈയുടെ കോഎഫിഷ്യന്റ് ആണ് പി. എന്താണ് ക്യൂ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേം ആണ്. ഇവിടെ ആണെങ്കിൽ y²ന്റെ കോഎഫിഷ്യന്റ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? എന്നിന്റെ വാല്യൂ 2 ആണെന്ന് പറയാം. കാരണം വൈയുടെ പവർ എത്ര? 2 ആണ്. therefore എന്നിന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു y⁻1 മൈനസ് n എന്നാണ്. therefore y⁻1 മൈനസ് 2 is equal to y⁻1. അപ്പൊ z-ന്റെ വാല്യൂ y⁻1 ആണെന്നുള്ളതും കിട്ടി. ഇനി ഇതിനെ നേരത്തെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ dz/dx ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് അത് എല്ലാ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore dz/dx പ്ലസ് 1 മൈനസ് n ഇൻറ്റു pz is equal to 1 മൈനസ് n ഇൻറ്റു q എന്നായിരിക്കും അത് വരിക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് pq and small n dz/dx മൈനസ് z/x ഈക്വൽ ടു -1/x². അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാറി. നോക്കുക, ഇവിടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഫോമിലുള്ളതാണ്. ഇത് ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. അപ്പോൾ ഇവിടെ നോക്കുക, ബെർണോളിസ് ഇക്വേഷൻ അല്ല എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ -1/x² മാത്രമേ ഉള്ളൂ. വൈയുടെ പവറുകളൊന്നും ഇല്ല. വൈയുടെ പവർ ഇല്ലാത്തതിന്റെ കാരണം ഇൻ ടേംസ് ഓഫ് z ആക്കി അതിനെ മാറ്റിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വൈനെ എല്ലാം z-ന്റെ ടേംസിലോട്ടാക്കി മാറ്റുമ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. അതാണ് നമ്മുടെ രീതി. ഈ പ്രോബ്ലം ചെയ്യുന്ന രീതി, സോൾവ് ചെയ്യാനുള്ള രീതി അതാണ്. അപ്രോച്ച് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ, അതായത് വിത്ത് റെസ്പെക്ട് ടു z നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ക്യാപിറ്റൽ പിയുടെ വാല്യൂ -1/x ആണ്. കോഎഫിഷ്യന്റ് ഓഫ് z ആണ്. ഓക്കെ, ആൻഡ് q ഈസ് ഈക്വൽ ടു 1/x². അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻⁴ pdx ആണ്. സോ ഇവിടെ പിയുടെ വാല്യൂ -1/x ആണ്. അതിനെ എടുക്കുമ്പോൾ -log(x) എന്ന് വരും. അപ്പം
ഇവിടെ ഈ എക്സ് റൈസ് ടു മൈനസ് 1 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലോഗ് എക്സ് ആണല്ലോ. അപ്പം ഈ നെഗറ്റീവ് സൈൻ എന്ത് ചെയ്യണം? ആദ്യം എക്സിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇ റൈസ് ടു ലോഗ് എക്സിന്റെ റിസൾട്ടാണ് ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ ഈ മൈനസ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ലോഗരിതം ഓഫ് എക്സ് റൈസ് ടു മൈനസ് 1 എന്നായിരിക്കും വരിക. അപ്പോൾ ഇ റൈസ് ടു ലോഗരിതം ഓഫ് എക്സ് റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് 1 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? സെഡ് ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു, അതായത് സെഡ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു പി ഇൻറ്റു ക്യൂ ഇൻറ്റു പി അല്ല ക്യൂ ഇൻറ്റു അവിടെ വന്നിരുന്നത് ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ സെയിം രീതി വൈക്ക് പകരം സെഡ് ആണ് വരുന്നത്. ഇവിടെ സെഡ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് എക്സ് റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1, അതായത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. ദെൻ അടുത്ത പ്രോസസ്സ് എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനെ റീഅറേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഫോർ മൈനസ് ഇവിടെ എക്സ് റൈസ് ടു മൈനസ് 1 ആണ്. ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എക്സ് റൈസ് ടു മൈനസ് 2 ആവും. എക്സ് റൈസ് ടു മൈനസ് 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് 3 ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് 2 ബൈ 2 പ്ലസ് സി എന്ന് വരും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സെഡ് ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ് 2 ബൈ 2 പ്ലസ് സി വിച്ച് ഗീവ്സ് സെഡിന്റെ വാല്യൂ, അതായത് എക്സ് റൈസ് ടു മൈനസ് 1 ഇവിടെ ഉണ്ട്, അത് ഇങ്ങോട്ട് പോകും. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 1 ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ പ്ലസ് 1, therefore 1 ബൈ 2x അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഓക്കെ, 1 ബൈ 2x പ്ലസ് സി എക്സ് എന്ന് വരും. ഇനി തീർന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ സെഡിനുള്ള എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിച്ചത്. ബട്ട് എന്താണ്, അതിനെ വൈഡ് ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സെഡിന്റെ വാല്യൂ വൈ റൈസ് ടു മൈനസ് 1 എന്നുള്ളതാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore 1 ബൈ y ഈസ് ഈക്വൽ ടു 1 ബൈ 2x പ്ലസ് സി എക്സ്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫൈനൽ സൊല്യൂഷൻ ആയിട്ട് വന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോം വർക്ക് ഞാൻ തരാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ ക്യൂബ് മൈനസ് എക്സ് വൈ എന്നൊരു പ്രോബ്ലം. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ തന്നെയെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതും ഈ പറഞ്ഞ പോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയിട്ട് നോക്കാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതൊക്കെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൽ സെക്കൻഡ് ഡെറിവേറ്റീവുകൾ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവുകൾ ഉള്ള തരം ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെയാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവുകളുള്ള തരം ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഇക്വേഷനായിട്ട് നോക്കുമ്പോൾ കുറച്ച് ടീഡിയസ് ആണ് ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനും ഓരോ ടൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ ജനറൽ ഫോം ഡി സ്ക്വയർ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ, എല്ലാത്തിന്റെയും ബ്രാക്കറ്റിന്റെ വെളിയിൽ വൈ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഈ ക്യാപിറ്റൽ ഡി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് ആ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ് ഈ ക്യാപിറ്റൽ ഡി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നുള്ളൊരു ഫോമിലായിരിക്കും ഇത് കിടക്കുന്നത്. അതായത് ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം ഉണ്ടാവും. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേമിനെ ആസ്പദമാക്കി ഇതിനെ, അതായത് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആർ ഓഫ് എക്സിന്റെ വാല്യൂ 0 ആവുന്ന കേസും ആർ ഓഫ് എക്സിന്റെ വാല്യൂ നോൺ 0 ആവുന്ന കേസും. ആർ ഓഫ് എക്സിന്റെ വാല്യൂ 0 ആവുന്ന കേസിൽ അത്തരം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ വിളിക്കുന്നത് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ്. ആർ ഓഫ് എക്സിന് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അത് നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുമാണ് അതിനെ വിളിക്കുക. ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകളുടെ കാര്യം പറയുവാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനെ വൈ സി എഫ് എന്നാണ് വിളിക്കുന്നത്. സി എഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളാണ് നമ്മൾ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ ഒരൊറ്റ സൊല്യൂഷൻ ഒരു പാർട്ട് മാത്രമേ അതിനുണ്ടാകത്തുള്ളൂ. അതിനെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ആർ ഓഫ് എക്സിന്റെ വാല്യൂ 0 അല്ല എങ്കിൽ അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനെ നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ അതിന് സൊല്യൂഷൻ 2 പാർട്ട് ഉണ്ട്, അതായത് ഒരു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പൊ ഇങ്ങനെയുള്ള 2 പാർട്ടുകളുടെ സമ്മായിട്ടായിരിക്കും ഈ നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകളുടെ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത് നോക്കാം. If y1 and y2 are the solutions of the homogeneous differential equation, then the linear combination of y1 and y2
any manner is also a solution of the differential equation. That is, there is no restriction. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. അതായത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. സോ ഇതിന് രണ്ട് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് വ്യത്യസ്ത സൊല്യൂഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷനും പുതിയൊരു സൊല്യൂഷൻ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ലീനിയർ കോമ്പിനേഷനുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള അഡീഷൻ, അതേപോലെ സബ്ട്രാക്ഷൻ, അതേപോലെ എന്തെങ്കിലും കോഎഫിഷ്യന്റുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയെ ആഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. y1 + y2, അതേപോലെ ഹാഫ് y1 + 2/3 y2, അതുപോലെ y1 - y2, ഇങ്ങനെയുള്ള തരം കോമ്പിനേഷനുകളാണ് ലീനിയർ കോമ്പിനേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി in a non-homogeneous differential equation, all possible linear combinations of y1 and y2 is not possible. എന്നാൽ ഒരു നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യമാണ്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ട് വരുന്ന കേസ്. ഇനി നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ, നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ എന്ന് പറയുന്നത് ഏത് തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവാത്ത തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻസും അതിന്റെ വീണ്ടും സൊല്യൂഷൻസ് ആവണമെന്ന് നിർബന്ധം ഇല്ല. പകരം എങ്ങനെയാണ് വരിക? only combination in which the sum of the coefficients of the solution is 1 is only acceptable. അതായത് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്, ബട്ട് അവയുടെ കോഎഫിഷ്യൻസിന് ആ സൊല്യൂഷനിൽ വന്നിരിക്കുന്ന, ആ ലീനിയർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഓരോ ടേമിന്റെയും കോഎഫിഷ്യന്റുകളുടെ സം എന്നുള്ളത് 1 ആയിരിക്കണം. അങ്ങനെയുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻസ് മാത്രമേ ഇത്തരം നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് നോക്കുക, 1/3 y1 + 2/3 y2 എന്നുള്ളത് അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താ? 1/3 + 2/3 എത്രയാ വരിക? 1 ആണ് വരുന്നത്. Therefore ഇതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഇനി y1 + y2, ഈ y1 ഉം y2യും നോൺ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ y1 + y2യും അതിന്റെ സൊല്യൂഷൻ ആണോ? ഇവിടെ അല്ല. കാരണം y1 + y2 ഇതിന്റെ കോഎഫിഷ്യൻസ് എന്താ? y1ന്റെ കോഎഫിഷ്യന്റ് 1, y2ന്റെ കോഎഫിഷ്യന്റ് 1. 1 + 1 2. നമുക്ക് നേരത്തെ എന്താ പറഞ്ഞത്? നമുക്ക് 1 കിട്ടിയാൽ മാത്രമേ അത് അക്സെപ്റ്റബിൾ ആവത്തുള്ളൂ, അല്ലെ? അപ്പോൾ ഇവിടെ ഇത് അക്സെപ്റ്റബിൾ അല്ല. സോ it cannot be considered as a solution of this non-homogeneous differential equation. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം ഇനിയുള്ളത് റൂട്ട്സ് ഓഫ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. റൂട്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റൂട്ടുകളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഫോർ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകളുടെ പ്രത്യേകത എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കും. സം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന ഫോമിൽ വരുന്ന തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഈ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദർ വിൽ ബി 2 റൂട്ട്സ്. അതായത് രണ്ട് റൂട്ടുകൾ, രണ്ട് സൊല്യൂഷൻസ് ആയിരിക്കും എന്തിനുണ്ടാവുക? ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് ഉണ്ടാവുക. അതിനെ M1 എന്നും M2 എന്നും വിളിക്കുകയാണ്. M1 എന്നൊരു സൊല്യൂഷൻ, അതേപോലെ M2 എന്ന വേറൊരു സൊല്യൂഷൻ. ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസ് നോക്കുക. ഈ M1 ഉം M2വിന്റെയും സ്വഭാവം വെച്ചിട്ട് നമുക്ക് ഇതിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. റൂട്ടുകൾ റിയൽ ആണ്, അതേപോലെ വ്യത്യസ്തവും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതിനെ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. Therefore ഇവിടെ M1 ഉം M2യും റിയലുമാണ്, അതേപോലെ ഡിസ്റ്റിങ്ക്റ്റും ആണ്. Therefore y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ae⁻m1x + be⁻m2x. ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഒരു നോട്ട് ഉണ്ട്. അതായത് ഇഫ് M1 ഈസ് ഈക്വൽ ടു -M2, M1ന്റെ നെഗറ്റീവ് ആണ് M2 എങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈ രീതിയിലൊന്ന് മോഡിഫൈഡ് ആവും. അതായത് ae⁻mx + be⁻mx എന്ന് എഴുതാം. അല്ല എങ്കിൽ a cos hmx + b sin hmx എന്നും കൂടി എഴുതാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി അവിടെ ഉണ്ട്. ഇനി അടുത്തത് സെക്കൻഡ് കേസ് നോക്കാം. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. അപ്പൊ M1 ഉം M2 എന്നുള്ളത് റിയലുമാണ്, അതേപോലെ ഈക്വലും ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു a + bx × e⁻mx എന്ന ഫോമിലായിരിക്കും വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ്, റൂട്ട്സ് ആർ കോംപ്ലക്സ് റൂട്ടുകളാണ് വരുന്നതെങ്കിൽ, അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ളൊരു ഫോമിൽ, അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ. ഓക്കെ, ആൽഫ എന്നുള്ളത് റിയൽ പാർട്ടും അതേപോലെ ബീറ്റ എന്നുള്ളത് ഇമാജിനറി പാർട്ടും ആണെങ്കിൽ അത്തരം
ഒരു സൊല്യൂഷനാണ് നമ്മൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു രീതിയിലാണ് അതിൻ്റെ റൂട്ടുകളെങ്കിൽ ഓക്കെ അതിൻ്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് എന്നായിരിക്കും വരുന്നത്. അപ്പം എന്താണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം y ഡബിൾ പ്രൈം മൈനസ് 5y പ്രൈം പ്ലസ് 6y ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതൊരു ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നിരിക്കുന്നത് കാരണം ഇതെന്താണ് ഒരു ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ റൂട്ടുകൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. അതായത് y പ്രൈമിന് അല്ലെങ്കിൽ y എന്നുള്ളതിന് dy ബൈ ഡി എക്സ് എന്നുള്ള രീതിയാണല്ലോ. അപ്പോൾ അതിൽ ഡി ബൈ ഡി എക്സിന് ഡി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാമല്ലോ. അപ്പോൾ ഡി സ്ക്വയർ മൈനസ് 5d പ്ലസ് y ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡി സ്ക്വയർ മൈനസ് 5d പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ സൊല്യൂഷൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. സോ ഇതിന്റെ സൊല്യൂഷൻ d മൈനസ് 3 ഇൻറ്റു ഡി മൈനസ് 2 ഞാൻ ഫാക്ടറൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് ഡിസ്ക്രിമിനന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാക്ടറൈസ് ചെയ്തും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിവിടെ ഡിയുടെ വാല്യൂ 3 അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ 2. അപ്പോൾ റിയൽ വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടും സെയിം അല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. therefore the roots are real and distinct. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? a e raised to m1x plus b e raised to m2x എന്ന് എഴുതാം. therefore ഇവിടെ m1ന്റെ വാല്യൂ 3 ആയിട്ടും m2ന്റെ വാല്യൂ 2 ആയിട്ടും എടുത്തിരിക്കുകയാണ്. therefore a e raised to 3x plus b e raised to 2x. എയും ബിയും എന്നുള്ളത് സം അൺനോൺ കോൺസ്റ്റൻസ്, അതിനെ പറ്റിയിട്ട് നമ്മൾ വേവലാതിപ്പെടേണ്ട. ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ തന്നാലേ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ വേറെ രണ്ട് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. അതായത് ഡി സ്ക്വയർ പ്ലസ് 8d പ്ലസ് 16 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ ഇതിന്റെ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, കൺസിഡറിങ് ഇറ്റ് ആസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്നിട്ട് ആ റൂട്ടുകളുടെ സ്വഭാവം വെച്ചിട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുക. അതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൂന്നാമത്തത് ഒരു y ഡബിൾ പ്രൈം പ്ലസ് ഒരു ഒമേഗ ആണ് കൊടുത്തത്, ഒമേഗ സ്ക്വയർ y ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഫോമിലുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ വരുന്നത് e raised to 0 ഇൻറ്റു a കോസ് ഒമേഗ എക്സ് പ്ലസ് b സൈൻ ഒമേഗ എക്സ് എന്നുള്ള രീതിയിലാണത് വരുന്നത്. അപ്പൊ കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും അതിന് വരുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത വേറൊരു കാര്യം നോക്കുക, കൺസിഡർ y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു a e raised to m1x plus b e raised to m2x എന്നൊരു സൊല്യൂഷൻ ആണെന്നിരിക്കട്ടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ it can also be written as ay1 plus by2. അതായത് ay1 plus by2 എന്ന ഫോമിൽ അത് എഴുതാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് അത്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു സൊല്യൂഷൻസ് y1 ആൻഡ് y2. അപ്പം ആക്ച്വലി ഈ a raised to m1x എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ, b e raised to m2x എന്ന് പറയുന്നത് വേറൊരു സൊല്യൂഷൻ. അങ്ങനെയുള്ള രണ്ട് സൊല്യൂഷനുകളുടെ ഈ പ്ലസ് വെച്ചിട്ടാണല്ലോ ഇവയെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള രണ്ട് ഇൻഡിവിജ്വൽ സൊല്യൂഷനുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് y കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് y1 ആൻഡ് y2 ആർ ഇൻഡിപെൻഡന്റ്. ഇപ്പൊ y1 ഉം y2 ഇൻഡിപെൻഡന്റ് കൂടി ആയിരിക്കണം, ഒരേപോലെ വരാൻ പാടില്ലെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതായത് e raised to m1x നെയാണ് y1 എന്ന് വിളിച്ചത്, e raised to m2x നെയാണ് y2 എന്ന് വിളിച്ചത്. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ വന്നില്ലെങ്കിൽ ഈ ഫോമിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് കണ്ടീഷൻ ഫോർ ലീനിയർ ഇൻഡിപെൻഡൻസ്. ലീനിയർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോക്കുക, ഈ y1 y2. അപ്പം ഇവ തമ്മിലുള്ള ലീനിയർ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. അതായത് ഈ y1 ഉം y2 ലീനിയർ ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ചെറിയ ടെസ്റ്റുകളും നമുക്ക് ഉണ്ട്. അപ്പോൾ നോക്കാം, കണ്ടീഷൻ ഫോർ ലീനിയർ ഇൻഡിപെൻഡൻസ്. അപ്പം വ്രോൺസ്കിയൻ എന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് w ഓഫ് y1, y2 എന്നാണ്. w ഓഫ് y1, y2 അല്ലെങ്കിൽ w വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വ്രോൺസ്കിയൻ എന്നൊരു ടേം ആണ്. വ്രോൺസ്കിയൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡിറ്റർമിനന്റ് ഓഫ് y1, y2, അതേപോലെ y1 പ്രൈം, y2 പ്രൈം. ഈ പ്രൈം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സൊല്യൂഷനുകൾ എഴുതിയിട്ട് അതിന്റെ ഡെറിവേറ്റീവ്സ് സെക്കൻഡ് റോയിൽ എഴുതി എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുവാണ്ടിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കുന്ന വ്രോൺസ്കിയന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ y1 ഉം y2 ഉം ലീനിയർലി ഡിപെൻഡന്റ് ആണ്. വ്രോൺസ്കിയൻ 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണ്. വ്രോൺസ്കിയൻ 0 അല്ല എങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്.
അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ വ്രോൺസ്കിയുടെ വാല്യൂ 0 ആയിരിക്കും വരിക. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വ്രോൺസ്കിയുടെ വാല്യൂ 0 ആയിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ ഈ ഡിറ്റർമിനന്റിന് ഒരു നോൺ സീറോ വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ലീനിയർലി വ്രോൺസ്കിയുടെ വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. വ്രോൺസ്കിയൻ 0 ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 സൊല്യൂഷൻസ് ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യും? വ്രോൺസ്കിയൻ ഓഫ് y1, y2, y3 ഈസ് ഈക്വൽ ടു y1, y2, y3, y1 പ്രൈം, y2 പ്രൈം, y3 പ്രൈം, y1 ഡബിൾ പ്രൈം, y2 ഡബിൾ പ്രൈം, y3 ഡബിൾ പ്രൈം. അതായത് ഫസ്റ്റ് റോയില് ആ സാധാരണ സൊല്യൂഷൻസ്, സെക്കൻഡ് റോയില് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവുകൾ, തേർഡ് റോയിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവുകൾ. ഈ ഒരു രൂപത്തിലാണ് വ്രോൺസ്കിയൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, അതാണ് എന്ത് വ്രോൺസ്കിയൻ എന്നുള്ളത്. അപ്പോൾ വ്രോൺസ്കിയന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡന്റ്, ആൻഡ് ഇഫ് ദ വാല്യൂ ഓഫ് വ്രോൺസ്കിയൻ ഈസ് നോട്ട് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. വ്രോൺസ്കിയന്റെ വാല്യൂ 0 ആണെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. വ്രോൺസ്കിയൻ 0 ആണെങ്കിൽ രണ്ട് സൊല്യൂഷൻസിലും ഇടയിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടാവും. വ്രോൺസ്കിയൻ 0 അല്ല എങ്കിൽ, വ്രോൺസ്കിയൻ 0 അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡന്റും ആയിരിക്കും. അപ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് നോക്കാം. സൊല്യൂഷൻ അല്ല, എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് രണ്ട് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. y1, y2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം ഇതിനെ വ്രോൺസ്കിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എക്സ് സ്ക്വയർ എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവുകൾ. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ് ഇൻറ്റു 2x മൈനസ് എക്സ് സ്ക്വയർ, അതാണ് ചെയ്തിരിക്കുന്നത്. സോ 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് എന്ത്? എക്സും എക്സ് സ്ക്വയറും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ വേറൊരു എക്സാമ്പിൾ, y1, y2 എന്നുള്ളത് cos x sin x ആണ്. therefore വ്രോൺസ്കിയൻ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് cos x sin x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. അതേപോലെ sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. സോ cos x ഇൻറ്റു cos x, cos സ്ക്വയർ x മൈനസ് ഓഫ് sin x ഇൻറ്റു sin x എന്നുള്ളത് പ്ലസ് sin സ്ക്വയർ x വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 അഗെയിൻ വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ഫോർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. റേസ് ടു എക്സ് ഇൻറ്റു എക്സ്, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ വ്രോൺസ്കിയന്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നത്. ഇനി എക്സ് 5x അത് ഡിപെൻഡന്റ് ആണ്. എക്സ് ലോഗ് എക്സ് അത് ഇൻഡിപെൻഡന്റ് ആണ്. അതൊന്ന് ചെയ്ത് നോക്കുക, വ്രോൺസ്കിയൻ കണ്ടുപിടിച്ച് നോക്കുക. ഇനി ഒരു നോട്ട്, ഇഫ് വ്രോൺസ്കിയൻ ഈസ് ഈക്വൽ ടു 0 ദെൻ y1 ആൻഡ് y2. വ്രോൺസ്കിയൻ 0 ആവുന്നത് എപ്പോഴാണ്? അത് ഡിപെൻഡന്റ് ആവുന്ന കേസിലാണ് വ്രോൺസ്കിയൻ 0 ആവുന്നത്. അപ്പോൾ y1 ആൻഡ് y2 ആർ നോട്ട് ദി സൊല്യൂഷൻസ് ഓഫ് ദി സെയിം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അത് y1 ഉം y2 എന്നുള്ളത് ഒരേ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് വരത്തില്ല. അത് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് വ്രോൺസ്കിയന്റെ വാല്യൂ 0 ആകുമ്പോൾ. അപ്പൊ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഒരിക്കലും ഇങ്ങനെ എന്താണ് ലീനിയർ ഡിപ്പെൻഡൻസ് കാണിക്കത്തില്ല. സൊല്യൂഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി വ്രോൺസ്കിയൻ ഓഫ് y1, y2 is not is equal to 0, then y1 and y2 may or may not be the solutions of the same differential equation. അപ്പോൾ ഇനി വ്രോൺസ്കിയന്റെ വാല്യൂ 0 അല്ല എങ്കിൽ y1 ഉം y2 ഉം ഒരു പക്ഷേ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആവാം, അല്ല എങ്കിൽ ആവാതിരിക്കാം. ഓക്കെ, അങ്ങനെ ജനറലൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ആ പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ തന്നെ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. മേ ബി ആവാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്തൊരു തിയറം ആണുള്ളത്, ഹേബിൾസ് തിയറം. അപ്പൊ ഈ വ്രോൺസ്കിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറമാണ് എന്ത്? ഹേബിൾസ് തിയറം. അപ്പൊ എന്താണ് ഹേബിൾസ് തിയറത്തിന്റെ ഉപയോഗം? ഇറ്റ് ഗീവ്സ് us the information about how വ്രോൺസ്കിയൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മാറുന്നതിനനുസരിച്ചിട്ട് വ്രോൺസ്കിയൻ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ് ഈ ഹേബിൾസ് തിയറം പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നേരത്തെ ഈ പ്രോബ്ലത്തിൽ ഇപ്പം e⁻x, x, ഓക്കെ, നമുക്കൊരു വ്രോൺസ്കിയൻ അല്ലെങ്കിൽ ഈ cos x, sin x, അപ്പൊ ഇതിനൊരു വാല്യൂ ഉണ്ടല്ലോ, 1 എന്നുള്ളൊരു വാല്യൂ ആണ് വ്രോൺസ്കിയന് വന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ മാറുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വ്രോൺസ്കിയൻ പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, 1 ആണ്. അപ്പോൾ അതിന് പകരം ഈ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നോക്കുക എക്സ് സ്ക്വയർ. അപ്പൊ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് എന്തായാലും വ്രോൺസ്കിയന്റെ വാല്യൂ മാറാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരുന്ന ഒരു തിയറമാണ് എന്ത്? ഹേബിൾസ് തിയറം എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഹേബിൾസ് തിയറം എന്നുള്ളത് നോക്കാം. ഫോർ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² y പ്ലസ് p ഇൻറ്റു dy പ്ലസ് qy ഈസ് ഈക്വൽ ടു 0, ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹേബിൾസ് തിയറം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് w ഓഫ് x ഈക്വൽ ടു w0 ഇൻറ്റു e⁻ മൈനസ് ഇന്റഗ്രൽ ഓഫ് p ഓഫ് x ഇൻറ്റു dx. അപ്പോൾ ഈ e⁻ ഇന്റഗ്രൽ p dx എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ബട്ട് ഇവിടെ ഇത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ല, കാരണം
ഇവിടെ ഇന്റഗ്രലിന് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ പവറിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. Therefore this is not that integrating factor. അല്ലെങ്കിൽ നമുക്ക് പറയാം W0 ഡിവൈഡഡ് ബൈ e raised to integral p dx എന്ന് വേണമെങ്കിൽ p of x into dx എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് വ്രോൺസ്കിയൻ എന്നുള്ളത്. സോറി, ഏബിൾസ് തിയറം. അപ്പൊ വ്രോൺസ്കിയനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറമാണ് ഏബിൾസ് തിയറം എന്നത്. ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏബിൾസ് തിയറം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് y1 ആൻഡ് y2 ആർ ദി ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻസ് y1 ഉം y2 ഉം ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ പ്രൈം മൈനസ് 2x y പ്രൈം പ്ലസ് y ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് തന്നിരിക്കുന്ന ഇഫ് w ഓഫ് 0 ഈസ് ഈക്വൽ ടു 1, എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ഉള്ള വ്രോൺസ്കിയന്റെ വാല്യൂ എന്നുള്ളത് -1 ആണെങ്കിൽ ഫൈൻഡ് w ഓഫ് e. അതായത് w ഓഫ് എക്സ് എന്നുള്ളതാണല്ലോ ആക്ച്വലി അവിടെ വരേണ്ടത്. ഇവിടെ w ഓഫ് 0യുടെ വാല്യൂ -1 ആണെങ്കിൽ w ഓഫ് e എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇവിടെ w0 എന്നൊരു ടേം ഉണ്ട്. ഈ w0 എന്നുള്ളത് വാല്യൂ ഓഫ് വ്രോൺസ്കിയൻ വെൻ x ഈക്വൽ ടു 0. അപ്പൊ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോഴുള്ള വ്രോൺസ്കിയന്റെ വാല്യൂ ആണ് എന്ത്? ഈ 0 w ഓഫ് 0 അതായത് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ വ്രോൺസ്കിയന്റെ വാല്യൂ ആണ് ഈ w0 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ച് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. അതായത് y ഡബിൾ പ്രൈം മൈനസ് 2x y പ്രൈം, അതായത് ഇവിടെ നോക്കുക 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഉദ്ദേശം ഇതിനെ ലീനിയർ ഫോമിലോട്ടൊന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ p എന്നുള്ളത്, കാരണം p വേണമല്ലോ, p എന്നുള്ളത് എന്താണ്? -2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. കാരണം ഈ ഒരു ഫോം നോക്കുക, ഈ ഒരു ഫോമിലോട്ടാണ് ഈ എഴുതിയിരിക്കുന്ന ഈ d² ബൈ ഈ ഒരു ഫോമിലോട്ടാണ് ഇതിനെ മാറ്റേണ്ടത്. അപ്പോൾ ലീനിയർ ഫോം എന്ന് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഈ ഒരു ലീനിയർ ഫോമിലാണ് നമ്മൾ പിയും ക്യൂയും എല്ലാം കണ്ടത്. അപ്പൊ ഈ ഒരു ഫോമിലോട്ട് മാറ്റുന്നതായിട്ടാണ് ഉദ്ദേശിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ ഫോം അല്ല, അത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് അവിടെ. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പം കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ ഒക്കെ പിൻവലിച്ചിരിക്കുന്നത്, ലീനിയർ എന്ന് പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. ഈ ഒരു ഫോമിലോട്ട്, ഓക്കെ, ഈ ഒരു ഫോമിലോട്ട് നമുക്ക് മാറ്റണം. ഒരു ഫോമിലോട്ട് മാറ്റുമ്പോൾ പിയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്താണ്? 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. വെറും 2x അല്ല, -2x ആണ്. കാരണം ഇവിടെ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവിടെ പ്ലസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ therefore നെഗറ്റീവ് ആയിട്ട് ഇതിനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കുക. ഇവിടെ 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. therefore ലോഗരിതം ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? w ഓഫ് എക്സ് ഈക്വൽ ടു c ഇൻറ്റു e റൈസ്ഡ് ടു മൈനസ് ലോഗരിതം ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഈ ഇക്വേഷനിലോട്ട്, അതായത് ഈ കാണുന്ന ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുന്നു? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു നമുക്കിപ്പോൾ കിട്ടിയ കാര്യങ്ങൾ. അപ്പൊ e റൈസ് ടു മൈനസ് ലോഗരിതം എന്നാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിരുന്നു. ഓക്കെ, അപ്പം e റൈസ് ടു മൈനസ് ലോഗരിതം ഓഫ് എക്സ് എന്നായിരുന്നു അവിടെ വന്നിരുന്നത്. ഇവിടെ അതിന് പകരം എക്സിന് പകരം 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് ഇതിന്റെ പവറായിട്ട് മാറും. ഈ ഒരു 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ പവറായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ c ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് ഇതിനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ പ്രോബ്ലത്തിൽ അവർ തന്നിട്ടുണ്ട് w ഓഫ് 0 ഈസ് ഈക്വൽ ടു -1 എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുന്നു ഒരു ബൗണ്ടറി കണ്ടീഷൻ പോലെ. അപ്പോൾ w ഓഫ് 0 എന്നുള്ളത് -1 ആണ്. therefore ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c ബൈ 1 മൈനസ് 0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു c. സിയുടെ വാല്യൂ എന്ത് വരും? അപ്പം -1 എന്ന് കിട്ടി. അപ്പൊ ഈ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾക്ക് ഈ w0 ഒക്കെ പ്രോബ്ലത്തിൽ അവർ തരുന്നത്. therefore നമുക്ക് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. w ഈസ് ഈക്വൽ ടു -1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ ഇത് ഡിനോമിനേറ്ററിൽ കൂടി മെർജ് ചെയ്തു. therefore 1 ബൈ എക്സ് സ്ക്വയർ -1. therefore നമുക്ക് w ഓഫ് എക്സ് എന്താണെന്നുള്ളത് കിട്ടി, 1 ബൈ എക്സ് സ്ക്വയർ -1. അങ്ങനെയാണെങ്കിൽ w ഓഫ് ഇ എന്തായിരിക്കും? 1 ബൈ ഇ സ്ക്വയർ -1. അപ്പൊ ഈ രീതിയിലാണ് ഈ സൊല്യൂഷൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ ഏബിൾസ് തിയറം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് മാറുന്നതിനനുസരിച്ചിട്ട് വ്രോൺസ്കിയന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറമാണ് എന്ത്? ഏബിൾസ് തിയറം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് x1 x2 എന്നുള്ളത് ആർ ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഓഫ് d²x ബൈ dt² പ്ലസ് 2 ഇൻറ്റു dx ബൈ dt പ്ലസ് f ഓഫ് t ഇൻറ്റു എക്സ്. ഇവിടെ എന്താണെന്നുള്ളത് തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ f ഓഫ് t എന്നാണ് തന്നിട്ടുള്ളത്. ഇഫ് വ്രോൺസ്കിയൻ വെൻ x ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 1 ഫൈൻഡ് വ്രോൺസ്കിയൻ ഓഫ് 1. അതാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്ത സെയിം രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ വരിക e റൈസ് ടു -2 ആണ്. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക.